ചാലക്കുടിയിൽ യു.ഡി.എഫിന്റെ ഭൂരിപക്ഷം കുറയാൻ കാരണം 2020. യു.ഡി.എഫിന്റെ സ്വാധീന മേഖലകളിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കിയ 2020 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് നേടിയത്. ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ന്യൂജൻ പാർട്ടിയും എൻ.ഡി.എയും തമ്മിലുള്ള വ്യത്യാസം വെറും 685 വോട്ടുകൾ മാത്രം. 2019 ചാലക്കുടിയിൽ 1,32,274 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ബെന്നി ബെഹനാന് പക്ഷേ ഇത്തവണ നേടാനായത് 63,754 വോട്ടുകളുടെ ലീഡ് മാത്രം. അതായത് പകുതി പോലുമില്ല. ഇത്തവണ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ച 2020 വിള്ളലുണ്ടാക്കിയത് UDF ശക്തി കേന്ദ്രങ്ങളിലാണ്. 2020യുടെ ചാർലി പോൾ ആകെ നേടിയത് 1,05,642 വോട്ടുകൾ. ഏറ്റവും സ്വാധീനമുള്ള കുന്നത്തുനാട്ടിൽ നിന്ന് മാത്രം 46,163 വോട്ടുകൾ നേടി. കുന്നത്തുനാട്ടിൽ UDFിന്റെ ഭൂരിപക്ഷം 11,000-ഓളം കുറഞ്ഞപ്പോൾ LDF മൂന്നാമതായി. UDFിന്റെ ശക്തി കേന്ദ്രങ്ങളായ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ 2020 10,000-ലധികം വോട്ടുകൾ നേടി. പെരുമ്പാവൂരിലും അങ്കമാലിയിലും NDAയേക്കാൾ വോട്ട് നേടി മൂന്നാമതായി. അതേസമയം 2019 നഷ്ടപ്പെട്ട സ്വാധീന മേഖലകൾ ഇത്തവണ LDF തിരിച്ചുപിടിച്ചു. കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലും C രവീന്ദ്രനാഥാണ് മുന്നിൽ. കഴിഞ്ഞ തവണ 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്ന ബെന്നി ബെഹനാന് ഇത്തവണ എല്ലായിടത്തും ലീഡ് ഗണ്യമായി കുറഞ്ഞു. മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് വീതം ഉയർത്തിയിരുന്ന NDAക്ക് ഇത്തവണ കുറഞ്ഞു. BJP സീറ്റിൽ ഇത്തവണ BDJS ആണ് മത്സരിച്ചത്. റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.